ഹലോ. അപ്പം ഇന്ന് ആകാശിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ പുള്ളിക്കാരി അവിടെ വീട്ടിൽ എനിക്ക് ആരും സർപ്രൈസ് ഒന്നും തന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിപ്പുണ്ട്. അപ്പം ഞാൻ രാവിലെ തന്നെ കോളേജിൽ പോകുകയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഇക്കാതെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ ബർത്ത്ഡേ ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇപ്പോൾ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നാണ് പ്ലാൻ. എത്രത്തോളം വർക്കൗട്ട് ആവുമെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ, എന്നാലും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ ഡെക്കറേഷൻസ് ഒക്കെ ഇതാ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി ബലൂൺസ് ഒക്കെ ഇങ്ങനെ തൂക്കാനുണ്ട്. അങ്ങനെ ബലൂൺസ് ഒക്കെ തൂക്കി എല്ലാം റെഡിയാക്കി കേക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം വൈകുന്നേരം ഇങ്ങോട്ട് കൊണ്ടുവരണം. അവിടെ ഭയങ്കര വിഷമിച്ചിരിക്കുവാണ്. എനിക്ക് തൊപ്പിയൊന്നുമില്ല, ബർത്ത്ഡേ ഒന്നും കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷമിച്ചിരിപ്പുണ്ട്. അപ്പം ഓക്കെ, ബാക്കി നമുക്ക് എന്താവുമെന്ന് പിന്നെ കാണാം. നമുക്ക് ഹെൽപ്പിനായിട്ട് കുറേ കൊച്ചു കൊച്ചു കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. കുട്ടി കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. ഹലോ, ഇന്നത്തെ ദിവസം എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ എൻ്റെ ബർത്ത്ഡേ വ്ളോഗൊക്കെ കണ്ടിട്ട് എല്ലാവരും വന്നേക്കായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരുങ്ങി സുന്ദരിയായിട്ടൊക്കെ ഇരിക്കുകയാണ്. സുന്ദരി എന്നൊക്കെ തനിയെ അങ്ങോട്ട് പറഞ്ഞേക്കാമല്ലേ. ആക്ച്വലി നമുക്കെല്ലാവർക്കും നമ്മൾ സുന്ദരികളായിരിക്കില്ലേ. എനിക്കങ്ങനെ കേട്ടോ, ഞാൻ ഭയങ്കര സുന്ദരിയാണെന്നാണ് ചേട്ടാ എൻ്റെ വിചാരം. കേൾക്കുന്നവർക്ക് ചിലപ്പോൾ കളിയാക്കാനും എന്താ പറയുക പുച്ഛിക്കാനൊക്കെ തോന്നായിരിക്കും. പക്ഷേ നമുക്കെപ്പോഴും നമ്മൾ സുന്ദരികളായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ സുന്ദരന്മാരായിരിക്കണം. നമ്മുടെ കണ്ണിൽ നമ്മളെ അടിപൊളി എന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വേറെ ആരും എന്നിട്ട് നമ്മളെ അടിപൊളി എന്ന് പറയാനാണ്. അപ്പോൾ എനിക്കെപ്പോഴും ഞാൻ സുന്ദരി തന്നെ കേട്ടോ. ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ സുന്ദരിയാണ്. അപ്പോൾ എന്താ പറഞ്ഞത്, അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ രാവിലെ എണീറ്റ് കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ നടപ്പുണ്ട് കേട്ടോ ബർത്ത്ഡേ ആയിട്ട്. ശരിക്കും പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തല്ലേ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞാൽ. കാരണം അന്ന് നമ്മൾ സ്കൂളിൽ പോകണം, രാവിലെ എണീറ്റ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് സ്കൂളിൽ പോകണം, മിഠായി എല്ലാവർക്കും കൊടുക്കണം. അതൊക്കെ ഭയങ്കര സന്തോഷമല്ലേ. എനിക്കാണെങ്കിലും നമ്മളിങ്ങനെ ആ ഒരു ബർത്ത്ഡേയുടെ ആ ഒരു മാസം തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ എന്താ പറയുക ബർത്ത്ഡേ ആയി ഈ മാസം എൻ്റെ ബർത്ത്ഡേ ആണെന്നുള്ള ഭയങ്കര സന്തോഷമായിരിക്കും. അതുപോലെ നമ്മൾ സ്കൂളിൽ പോയിക്കാൻ അന്നത്തെ ദിവസം നമ്മളായിരിക്കുമല്ലോ അവിടുത്തെ സ്റ്റാർ. ക്ലാസ്സിൽ ഞങ്ങളുടെ സ്കൂളിലൊക്കെ 4ാം ക്ലാസ് വരെ നമുക്ക് കളർ ഡ്രസ്സ് ഇടാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ദിവസം സ്കൂളിൽ ചെല്ലുമ്പോൾ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും നമ്മുടെ കൂടെ ഇരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നടക്കാൻ, ഇൻ്റർവെല്ലിലൊക്കെ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മുടെ കൂടെ നടക്കാനായിട്ടൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും അവിടെ. കാരണം നമ്മൾ മാത്രം കളർ ഡ്രസ്സും ബാക്കി എല്ലാവരും യൂണിഫോം അല്ലേ. അപ്പം ഭയങ്കര ശരിക്കും നമ്മളവിടുത്തെ സ്റ്റാറായിരുന്നു കേട്ടോ. നമ്മൾ അതേപോലെയാണ് സ്കൂളിൽ പോകുന്നതും. പക്ഷെ ഇപ്പം പിന്നെ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ പിന്നെ അങ്ങനെ എന്നാലും കുഴപ്പമില്ല കേട്ടോ. എന്നാലും എനിക്ക് ആ ഒരു ദിവസം എപ്പോഴും സ്പെഷ്യലാണ്. എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് വേറെ ആർക്കും സ്പെഷ്യൽ അല്ലെങ്കിലും ഞാൻ ആ ദിവസം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്, ഭയങ്കരമായിട്ട് ആഘോഷിക്കാറുണ്ട്. ആഘോഷിക്കാമെന്ന് വെച്ചാൽ എൻ്റെതായ രീതിയിൽ കുഞ്ഞതായ രീതിയിലൊക്കെ രാവിലെ കുളിച്ച് പുതിയ ഉടുപ്പൊക്കെ ഇടാൻ അതൊക്കെ തന്നെ കേട്ടോ. അല്ലാണ്ട് വലിയ സംഭവമൊന്നുമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഇന്നും ഇങ്ങനെയൊക്കെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ഉമ്മച്ചി ഇവിടെ ബിരിയാണി വെക്കണുണ്ട് കേട്ടോ. ഉമ്മച്ചി ബിരിയാണിയും പായസമൊക്കെ വെക്കുന്നുണ്ട്. ഉമ്മച്ചി എല്ലാ ബർത്ത്ഡേക്കും എൻ്റെ ബർത്ത്ഡേക്ക് എല്ലാം ഉമ്മച്ചി ബിരിയാണിയും പായസമൊക്കെ വെക്കാറുണ്ട് കേട്ടോ. പിന്നെന്താ, അപ്പോൾ അതൊക്കെ തന്നെയുള്ളൂ. ശരിക്കും ഇപ്പോൾ ഓരോ വയസ്സ് കഴിയും തോറും ഇങ്ങനെ ആ ഒരു സന്തോഷം കുറഞ്ഞ കേട്ടോ ബർത്ത്ഡേ എന്നുള്ള. കാരണം പണ്ടൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞില്ല അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ ഏജ് കഴിഞ്ഞു പോവല്ലേ എന്നുള്ള ഒരു ചെറിയൊരു സങ്കടവും ഉണ്ട്. കാരണം ബർത്ത്ഡേ ആകുമ്പോൾ നമ്മുടെ ഒരു വർഷം അങ്ങോട്ട് കഴിഞ്ഞില്ല. ഇപ്പോൾ ഈ ബർത്ത്ഡേ കഴിഞ്ഞത് ശരിക്കും ഭയങ്കര പെട്ടെന്ന് കഴിഞ്ഞ പോലെ കേട്ടോ. കാരണം കഴിഞ്ഞ ബർത്ത്ഡേ ഞാൻ ദുബായിലായിരുന്നു. അന്ന് അവിടെ വ്ളോഗ്രാഫി എന്താ പറയുക സർപ്രൈസൊക്കെ തന്നെ അടിച്ചു പൊളിച്ചിട്ട് ഈ ഒരു ബർത്ത്ഡേ എന്ന് വെച്ചാൽ ഈ ഒരു വർഷം പോയത് അറിഞ്ഞില്ല സത്യം പറഞ്ഞാൽ. ഈ കൊറോണയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വീട്ടിലിരുന്ന് ഒരു കാര്യമില്ലാണ്ട് ഈ ഒരു വർഷം അങ്ങോട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, എന്തായാലും നമ്മളിങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. എല്ലാ സ്റ്റേജുകളും നമ്മുടെ ലൈഫിലുള്ളതാണ്. ബാല്യം അതുപോലെ ഓരോരോ സ്റ്റേജുകൾ. ഇനിയിപ്പോൾ കുറച്ചാൾ കഴിയുമ്പോൾ തോന്നും അയ്യോ എന്ത് പെട്ടെന്നല്ലേ നമ്മളിങ്ങനെ ഓരോരോ പ്രായം കഴിയണേ. ഇന്നെൻ്റെ എത്രാമത്തെ ബർത്ത്ഡേ ആണ് നിങ്ങളെല്ലാവരും ചോദിക്കുന്നുണ്ടാവും. ഞാൻ പറയുന്നില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യുക എത്ര വയസ്സ് ചുമ്മാ പറഞ്ഞ കേട്ടോ. ഇതെൻ്റെ 27th ബർത്ത്ഡേ ആണ് കേട്ടോ ഇത്. പെട്ടെന്ന് ഉണ്ട് വലുതായി വലിയ ആളായി കേട്ടോ. പണ്ടൊക്കെ ഒരു 30 വയസ്സെന്നൊക്കെ ഇങ്ങനെ ചെറുതിലേക്ക് ആലോചിക്കുമ്പോൾ ഓർക്കും അയ്യോ 30 വയസ്സൊക്കെയുള്ള വലിയ ചേച്ചിമാർ. പക്ഷെ ഇപ്പം അങ്ങനെ ഇല്ല കേട്ടോ. ഇപ്പം നമ്മൾ ഇപ്പോൾ എനിക്ക് തന്നെ 27 ആയി. 3 വർഷം കൂടെ കഴിഞ്ഞാൽ 30 വയസ്സായി. ഷോ എന്ത് പെട്ടെന്നാലേ. ഉമ്മച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് ഉമ്മച്ചിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എനിക്ക് 27th ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചി പറഞ്ഞിട്ട് പോടി എന്ന് കള്ളം പറയാം.
ഉമ്മച്ചി പറഞ്ഞിട്ട് ഞാൻ കള്ളം പറയണതാണ്. അപ്പോൾ അങ്ങനെ എല്ലാം കാലങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞു പോയി. കഴിഞ്ഞ ബർത്ത്ഡേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഉമ്മച്ചിയെ മിസ് ചെയ്യുന്നു, ഉമ്മച്ചിയുടെ ബിരിയാണി പായസമൊക്കെ മിസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സെൻഡിയായിരുന്നല്ലേ. പക്ഷേ ഇപ്രാവശ്യം സംഭവം എല്ലാം നേരെ തിരിഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം എനിക്ക് അഫിയാണ് കേട്ടോ മിസ് ചെയ്യുന്നത്. അഫിയാണെങ്കിൽ ഇന്നലെ രാത്രി വിളിച്ചിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു. 12 മണിക്ക് കറക്റ്റ് വിളിച്ചത്, എപ്പോഴും വിളിക്കാറുണ്ട് കേട്ടോ. 12 മണിക്ക് കറക്റ്റ് വിളിച്ച് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞിട്ട് പോയ ആളാട്ടോ. ഇപ്പോൾ അത് ഒരു വിവരമില്ല. ഇന്നിപ്പോൾ ഫ്രൈഡേ അല്ലേ, ഫുള്ള് ഉറക്കമൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞാൻ അകത്തോട്ട് ചെല്ലട്ടെ. ഉമ്മച്ചയുടെ പായസമൊക്കെ എന്തായി എന്നൊക്കെ നോക്കട്ടെ. ഉമ്മച്ചത് അവിടെ പായസ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉമ്മച്ച എന്ത് പായസം ഉമ്മച്ച ഉണ്ടാക്കുന്നത്? പാൽപ്പായസം. ഞങ്ങള് പാൽപ്പായസം മാത്രമേ കുടിക്കുള്ളൂ കേട്ടോ. സേമിയ പായസം സുലുവിന് ഇഷ്ടമാ, സച്ചുവിന് സേമിയ പായസം ഇഷ്ടമല്ല, അരിപ്പായസം. എനിക്ക് എന്തായാലും പാൽപ്പായസം എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഇവിടെ കൂടുതൽ ഞങ്ങള് പാൽപ്പായസം ആണ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ ഉമ്മച്ചിയുടെ പായസം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ട് വെഡിങ് ആനിവേഴ്സറിക്ക് പായസം ഉണ്ടാക്കിയിട്ട് കുറെ പേര് ചോദിച്ചായിരുന്നു പായസത്തിന്റെ റെസിപ്പി കാണിക്കണമെന്ന്. പക്ഷെ റെസിപ്പി കാണിക്കാനും പറ്റില്ല. ഉമ്മച്ചി ഞാൻ വരുന്നതിന് മുന്നേ എല്ലാം തുടങ്ങി കഴിഞ്ഞത്. ഉമ്മച്ചിക്ക് കുറച്ച് വെയിറ്റ് ചെയ്തൂടെ? എങ്ങനെ ഉമ്മച്ചി റെസിപ്പി ഒന്ന് പറഞ്ഞു കൊടുത്തേ? ഞാൻ വെക്കാൻ പറഞ്ഞ ഈ ഉണക്കലരിയാണ്. ഉണക്കലരിയും പാലും കൂടെ ഇട്ട് വേവിക്കും. ഒരു വിസിലടിച്ച് 1-2 അടിച്ച് വേവിക്കുക. എന്നിട്ട് പിന്നെ അടുത്ത പാലൊഴിച്ച് പിന്നെയും രണ്ടാമത് ഒന്നും കൂടെ വേവിക്കും. അങ്ങനെ 2-3 പ്രാവശ്യം വേവിച്ചെടുത്തെങ്കിൽ അത് കറക്റ്റ് ആവും. ലാസ്റ്റ് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് എടുത്തേക്കും. അടിപൊളി പായസം ഉണ്ടാ. ഞാൻ എന്തെങ്കിലും ഞാൻ എന്റെ റെസിപ്പി കാണിക്കട്ടോ, ഉറപ്പായിട്ടും കാണിക്കേ. ഇവക്കുട്ടൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇവാട് ഞാൻ പറഞ്ഞ തുടക്കത്തിൽ ഓടി വരണ്ട. ഫസ്റ്റ് വീഡിയോ തുടങ്ങുമ്പോൾ ഓടി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ബഹളം വെച്ച് എന്നെ കൊണ്ടൊന്നും പറയിക്കില്ല. ഞാൻ ഇവായി വിളിക്കാന്ന് പറഞ്ഞോട് ഇരുത്തിയേക്കായിരുന്നേ. എന്തോടാ മുത്തുമാട് വീട്ടിൽ പോയിട്ട് പറയണ്ട. അപ്പുറം കളിക്കാൻ പോവാനാട്ടോ. അപ്പുറത്ത് മുത്തുമാട് വീട്ടിൽ പോകണ നീ പറയണേ. പറയട്ടെ ഇന്ന് മമ്മച്ചിയുടെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ. ഓ കാലൊക്കെ വെക്കാടോ. ഇന്ന് മമ്മച്ചിയുടെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ പറയ്. ആ ക്യാമറ നോക്കി പറയ്. ഇവ കഴിഞ്ഞ വർഷം ഇതുപോലെ ദുബായിലുള്ളപ്പം അവിടെ വെച്ചിട്ട് ഇതുപോലെ ഒരു ഹാപ്പി ബർത്ത്ഡേ പറയുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മടിയിലിരുന്നിട്ട് ഫോട്ടോ. അപ്പോൾ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ വീഡിയോ ഇപ്പോഴും കാണും കേട്ടോ. കാരണം ആ വീഡിയോയിൽ ഇവ കുഞ്ഞിലാണ് കേട്ടോ. ഇവ ഇങ്ങനൊന്നും ഇല്ല. ഇവക്കാണെ ആകെ ഇത്തിരി മുടി. ഇപ്പോഴാണ് മുടിയൊക്കെ വളർന്നിട്ട് വലിയ കുട്ടിയായി അല്ലേ. ഇവിടെ ഹെയർ ഞാൻ കട്ട് ചെയ്യാൻ പോകട്ടോ. ഇവർക്ക് ഞാൻ ഓർത്തു സ്റ്റെപ്പ് കട്ട് കഴിക്കാന്ന് ഓർത്താട്ടോ ഞാൻ ഇതുവരെ വെച്ചോണ്ടിരുന്നത്. പക്ഷെ എനിക്ക് കൊണ്ടുപോകാനായിട്ട് പേടിച്ചിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. പക്ഷെ ഇപ്പം എല്ലാവരും കുട്ടികളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അതേപോലെ മാസ്ക് ഒക്കെ ഇട്ട് കൊണ്ടുപോയാൽ മതി. സോ ഞാൻ എന്തായാലും ഒന്ന് ഹെയർ കട്ട് ചെയ്യാമെന്ന് വിചാരിക്കാറുണ്ട്. അപ്പം ഞാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ വ്ളോഗ് എടുക്കാം എന്തായാലും. ഞങ്ങളുടെ വീട്ടിലിവിടെ കുറച്ച് പണി നടക്കാണ് കേട്ടോ. അതായത് വലിയ കാര്യപ്പെട്ട പണിയൊന്നും ഇല്ല. എൻ്റെ റൂമിൽ കുറച്ച് പെയിൻറ്റ് പോയിട്ടുണ്ടായിരുന്നു. എല്ലായിടും പോയിട്ടുണ്ട്. പക്ഷെ എൻ്റെ റൂമിൽ കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ പെയിൻ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ റൂം മാത്രം ഒന്ന് പെയിൻ്റ് അടിക്കാമെന്നും അങ്ങനെ പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞ് എന്തായാലും ഫ്രണ്ടും കൂടെ കുറച്ചൊന്ന് ടച്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു കേട്ടോ. അതായത് വലിയ കാര്യമായിട്ടുള്ള പെയിൻറ്റിങ്ങും കാര്യമൊന്നും ഇല്ല. നമ്മുടെ വീട് പെയിൻ്റ് അടിച്ചിട്ടൊന്നും കാര്യമില്ല കേട്ടോ. ഞാൻ വല്ല പഴയ വീടാണ്. അപ്പോൾ നമ്മൾ എത്ര പെയിൻ്റ് അടിച്ചാലും വെറുതെ കാശ് പോകുന്നല്ലാണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്നാലും റൂം അടിച്ചപ്പോൾ ഇവിടെയും കൂടെ ഒന്ന് തട്ടിമുട്ടി ഒന്ന് പെയിൻ്റ് അടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടോ. സോ അതിൻ്റെ കുറച്ച് പരിപാടി ഇവിടെ നടക്കുകയാണ്. ഞാൻ അതിന് അപ്പുറത്തൊക്കെ കൊണ്ട് പായസം കൊടുക്കാൻ പോട്ടെ. ബർത്ത്ഡേക്ക് എൻ്റെ ബർത്ത്ഡേ അവന് ചെല്ലട്ടെ. ഇനി എല്ലാ വീട്ടിലൊന്നും ഇല്ല കേട്ടോ. തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ മുത്താപ്പാടെ വീട് തന്നെ കേട്ടോ. അപ്പോൾ അവിടെ കൊണ്ട് കുറച്ച് പായസം കൊടുക്കണം. അപ്പോൾ ഞാൻ കൊടുത്തിട്ട് വരാവേ. ഇതെന്നത് ക്രിസ്മസിന് അപ്പാപ്പ വന്നേക്കണോ? ക്രിസ്മസ് പാപ്പ. ഇത് ഇവിടെ കൂട്ടുകാരിയാണ് കേട്ടോ. അമ്മാന ഇവിടെ കൂട്ടുകാരിയാണോ? ഞാൻ ഈ ഓരോ ഹോൾ വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കിടന്ന് കാണിക്കണ കേട്ടോ. ഓരോ പോസിങ് ആണ്. ഇവ ഇവിടെ ഭയങ്കര പോസിങ് ആണ്. എങ്ങനെയാ പറ്റി വീഡിയോ എടുക്കണേ? എവിടെ പോണേ? നമ്മളൊരു സ്ഥലത്ത് പോവാണ് അല്ലേ? ഞങ്ങള് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോകട്ടോ. ഐസ്ക്രീം കഴിക്കണോ കേക്ക് കഴിക്കണോ ഒന്നും തീരുമാനിച്ചില്ല. അപ്പോൾ വെറുതെ ഒന്ന് പുറത്തോട്ട് പോവാണ് കേട്ടോ. വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്നിരുന്ന് മടുപ്പാട്ടോ. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് വെറുതെ ഇങ്ങനെ വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കല്ലേ. അപ്പോൾ എന്തായാലും ഒന്ന് പുറത്തോട്ട് ഇറങ്ങാൻ ഇറങ്ങാണേ.
ഞങ്ങളിതാ പോകുന്ന വഴി ജസ്റ്റ് ഒന്ന് ഇക്കാടെ വീട്ടിലേക്ക് വന്നതാണ്, നെജിക്കാടെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഇന്ന് നെജിക്കാടെ സൈറാത്താടെയും വെഡിങ് ആനിവേഴ്സറിയാണ്. സോ അവരെ ഒന്ന് വിഷ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അതിന് നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ പോവേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആരായിരിക്കും? സുഹൈനൂർദ്ദീൻ രാവിലെ കോളേജിൽ പോയെന്ന് വിചാരിച്ചു. നീ എന്റെ ഉമ്മ ഉണ്ടാക്കിയ കേക്ക് പൊളിയായിട്ടില്ലേ? ഊത് ഊത്. Come on. Come on, come on. Come on, come on. വേഗം പെറുക്കി മാറ്റിക്കോ. അതിന്ന് പണി പാളിയെന്നാ തോന്നുന്നേ. ഓക്കെ നോക്കട്ടെ. അക്കശിക്ക് 72 വയസ്സായി. ഹാപ്പി ബർത്ത്ഡേ ഇതിപ്പോ എല്ലാരും എനിക്ക് സർപ്രൈസ് ആണ്. കഴിഞ്ഞ ബർത്ത്ഡേ കഫി ഇതിന്റെ അപ്പുറത്തെ വലിയ സർപ്രൈസ് ആണ്. അതിനേക്കാളും വലിയ സർപ്രൈസ് ആയി ഇപ്രാവശ്യം. അതെന്റെ ലൈഫിൽ ഫസ്റ്റ് സർപ്രൈസ് ആയിരുന്നു. പക്ഷെ ഈ സർപ്രൈസ് ഞാൻ ശരിക്കും ഞെട്ടിയാട്ടെ. കാരണം കൂടെ ഉണ്ടായിട്ട് ഉമ്മച്ചിയും സച്ചു ഒന്നും ഒരു വാക്ക് പറഞ്ഞില്ല എന്നോട്. സച്ചു സർപ്രൈസ് ചെയ്യാൻ ഭയങ്കര മടിച്ചാണെന്നാണ് എല്ലാരും പറയുന്നത്. എല്ലാം വായിന്ന് വെളി വരും. സച്ചു രാവിലെ ഒരുങ്ങി കെട്ടി കോളേജിൽ പോയി. ഞാനോർത്ത് കോളേജിൽ പോയതാന്ന് ഓർത്തെ. എന്നിട്ട് അവൾ ഇവിടെ വന്ന് ഡെക്കറേഷൻ ഇവിടെ ഡെക്കറേറ്റ് ചെയ്യായിരുന്നു. ഇവിടെ ഇരുന്ന ബലൂണൊക്കെ നോക്കി അടിപൊളിയായിട്ട് ബലൂണൊക്കെ ചെയ്തിട്ടേക്കണ്. അങ്ങനെ കേക്കും ഡെക്കറേഷൻ ഒക്കെ പൊളിയാണ് കേട്ടോ. അടിപൊളി കേക്കാണ് കേട്ടോ. ഉമ്മയോട് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു സർപ്രൈസ്? ആക്ച്വലി ഞാനൊന്നും അറിഞ്ഞില്ല. ഈ കള്ളികളെല്ലാം കൂടെ എന്നെ പറ്റിക്കായിരുന്നേ. ഈ ഉമ്മച്ചി കള്ളിയാണെങ്കിലും സച്ചു കള്ളിയാണെങ്കിലും ഭയങ്കര കള്ളികളാണ്. എന്ന് വെച്ചാല് ഇത്ര നേരമായിട്ട് ഞാൻ ഇവിടെ നിന്ന് ഡോറ് തുറക്കുന്നവരെ എനിക്ക് ഒരു ക്ലൂവും തന്നില്ല എന്നുള്ളതാണ്. പപ്പ ഇടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഓരോന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും എനിക്ക് അത്രയൊന്നും ചിന്ത പോയില്ല. പപ്പ ഇങ്ങനെ എന്താണ് ഇങ്ങടേക്ക് വരാനായിട്ട് കാർ എടുക്കണം എന്തിനാന്നൊക്കെ പറയണേട്ടെ. അപ്പൊ ഞാൻ ഒത്തേ എന്ത് ഇങ്ങനെ പറയണത്. പക്ഷെ എനിക്ക് ആകെ ദേഷ്യം പിടിച്ചിട്ടോ. വൈകിട്ടായപ്പോ എനിക്ക് കുറച്ച് ദേഷ്യം പിടിച്ചിരിക്കായിരുന്നു. അതുകൊണ്ട് ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല. എന്താ പറഞ്ഞ ഞങ്ങൾക്ക് സുലു ആകെ ഒന്നും എനിക്ക് വേണ്ടിട്ട് ആരും ഞങ്ങൾ ഓർക്ക് മതിയായി. എല്ലാം പ്ലാനൊക്കെ പൊളിഞ്ഞു പോയി നോക്ക്. വൈകുന്നേരം ആയപ്പോ കാര്യമില്ലേ? അല്ല നഫി പോലെ തന്നെ വിളിച്ചില്ല. നഫി ആണെങ്കിൽ ഇക്കാക്കായി ഞങ്ങൾ എല്ലാരും കൂടെ പ്ലാൻ ചെയ്തിട്ടാട്ടോ ഇതെടുത്തത്. ഇക്കാക്കയൊക്കെ ആദ്യമേ പറഞ്ഞായിരുന്നു ഇങ്ങനെ നമുക്ക് അന്നത്തെ ദിവസം വിളിക്കൊന്നും വേണ്ട, അന്നത്തെ ദിവസം വലിയ മൈൻഡ് ഒന്നും വേണ്ട, വൈകുന്നേരം ആകുമ്പോ മൈൻഡ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് നമ്മള് പ്ലാൻ ചെയ്തത്. ഇക്കാക്കാണ് ഈ ഐഡിയ ഒക്കെ തന്ന് സെറ്റ് ആക്കിയത്. നഫി എന്നെ ഇന്നത്തെ ദിവസം വിളിച്ചിട്ടുണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ സങ്കടം. നഫി എന്തായാലും എന്നെ വിളിച്ചില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം ഇങ്ങനെ വന്നോണ്ടിരിക്കുക. അപ്പോഴാണ് ഇത്ര വലിയൊരു സർപ്രൈസ്. ഇപ്പൊ എല്ലാരും സർപ്രൈസ് ആണല്ലോ. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ്, ഈ ബർത്ത്ഡേക്ക് സർപ്രൈസ്, അപ്പൊ അടുത്ത ബർത്ത്ഡേക്ക് സർപ്രൈസ് ഡെക്കറേഷൻ ഒക്കെ പൊളിയായിരുന്നു കേട്ടോ. സച്ചുവിന്റെ തലയിൽ ഇത്രയും ബുദ്ധിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സച്ചുവും തായ്ക്കുട്ടി പിള്ളേർ, ഇവരും വേറെ 2 പിള്ളേരുണ്ട് കേട്ടോ. അവരെ ഞാൻ ഓൾറെഡി ഇച്ചിരി വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ അടിപൊളിയാണ് കേട്ടോ സംഭവം. ഞാൻ ശരിക്കും തുറന്നപ്പോ ഭയങ്കരമായിട്ട് ഞെട്ടി. സച്ചുവിന്റെ ലോക്കൽ ഡെക്കറേഷൻ ഒന്നും അല്ല ഞാനിവിടെ കണ്ടത്. സച്ചു കുറെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മുന്നേ. പക്ഷെ ഇത് സംഭവം കൊള്ളാം കേട്ടോ. പൊളിയായിരുന്നു. നിനക്ക് എന്താ പറയാല്ലേ? ഇവനൊരു ചാനലുണ്ട് കേട്ടോ. പക്ഷെ ഇവൻ ചാനലിൽ വീഡിയോസ് ഒന്നും ഇടാറില്ല. ഞാൻ വേണേ ലിങ്ക് താഴെ കൊടുക്കാം, നിങ്ങൾ നോക്കട്ടോ. അവനാകെ ഒരു തള്ളുവണ്ടിയുടെ വീഡിയോ മാത്രം. അപ്പോൾ ഈ വീഡിയോ
നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടാണെന്ന് വിചാരിക്കുകയാണ്. സോ സച്ചുവിന്റെ ബർത്ത്ഡേക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ഇനി കിട്ടില്ല സർപ്രൈസ് തിരിച്ചു കൊടുക്കാട്ടോ. സച്ചുവിന്റെ ബർത്ത്ഡേ ഇപ്പോഴൊന്നും ഇല്ല, March 18-നാണ്. ഇൻഷാല്ലാ ഞാൻ ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ, ഞാൻ ദുബായിലോട്ടൊന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും കിട്ടില്ല സർപ്രൈസ് പോയിട്ടുണ്ടെങ്കിൽ സർപ്രൈസ് ഇല്ല പറ്റില്ല. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്തായാലും അടിപൊളി ബർത്ത്ഡേ തന്നെ ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. സച്ചുവിന് ഒരുപാട് താങ്ക്സ്. മനായിടാ. അപ്പോൾ ശരി കേട്ടോ. അയ്യോ ചാച്ചനും പോടുന്നില്ല. അപ്പോൾ ബൈ.